പ്രധാനപ്പെട്ട വാർത്ത കോഴിക്കോട്ട് നിന്ന് വരുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സുരക്ഷാ ജീവനക്കാരെ മർദ്ദിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരായ പ്രതികളെ വെറുതെ വിട്ടു എന്നതാണ് ആ വാർത്ത. തെളിവുകളുടെ അഭാവത്തിലാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയുടെ ഈ നടപടി. പരാതിക്കാരായ സുരക്ഷാ ജീവനക്കാർ മൊഴി മാറ്റിയതും തിരിച്ചടിയായി. മിഥില ബാലനാണ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്ന. മിഥില, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇതിൽ ഈ സുരക്ഷാ ജീവനക്കാർ തന്നെ, സാക്ഷികളായവർ തന്നെ മൊഴി മാറ്റിയതാണോ ഈ കേസിൽ ഈ തരത്തിലൊരു വിധിയുണ്ടാകാൻ കാരണമായത്? വിജയകുമാർ, അതുതന്നെയാണ് ഈ കേസിന് ഒരു തിരിച്ചടിയായത്. 2022 ഈ കേസിന് ആസ്പദമായ ഒരു സംഭവം ഉണ്ടായത്. വലിയ വിവാദമായ ഒരു കേസായിരുന്നു. പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ അരുൺ ഉൾപ്പെടെയുള്ളവരായിരുന്നു ഈ കേസിൽ പ്രതികളായിട്ടുണ്ടായിരുന്നത്. അരുൺ ഉൾപ്പെടെ 7 പേരായിരുന്നു പ്രതികൾ. സന്ദർശനത്തിനെത്തിയ ആളെ സെക്യൂരിറ്റി ജീവനക്കാർ തടഞ്ഞതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മർദ്ദനം 3 സെക്യൂരിറ്റി ജീവനക്കാർക്ക് നേരിടേണ്ടി വന്നത്. ആ സമയത്ത് കേരളം ചർച്ച ചെയ്ത ഒരുപാട് പ്രതികളുടെ അറസ്റ്റ് വൈകുന്നതിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഉയർന്ന ഒരു സംഭവം കൂടിയായിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ പ്രതികളെ വെറുതെ വിട്ടിട്ടുള്ളത്. 7 പേരെയും വെറുതെ വിട്ടിട്ടുണ്ട്. തെളിവുകളുടെ അഭാവത്തിലാണ് ഈ ഒരു നടപടി. ഈ വിചാരണ വേളയിൽ തന്നെ പരാതിക്കാരായ സെക്യൂരിറ്റി ജീവനക്കാർ മൊഴി മാറ്റിയിരുന്നു. ഇതുതന്നെയാണ് ഈ കേസിന് തിരിച്ചടിയായത്. വിജയകുമാർ. അപ്പോൾ എസ് കെ, അവിടെ പരാതിക്കാരായ സുരക്ഷാ ജീവനക്കാർ തന്നെ മൊഴി മാറ്റിയത് കേസിൽ വലിയ തിരിച്ചടിയായി എന്നാണ് മിഥില റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട്ട്. ഓക്കെ വിജയകുമാർ.